തൂക്കുപാലം പുഷ്പകണ്ഠത്ത് ഇതര സംസ്ഥാന തൊഴിലാളിയായ യുവതിയെ തലക്കടിച്ച് കൊലപ്പെടുത്തി. അസം സ്വദേശിനിയായ ബാലെ ടുട്ടുവാണ് മരണപ്പെട്ടത്. ഭർത്താവിന്റെ സുഹൃത്തും പോലീസ് കസ്റ്റഡിയിലായി. വിവരങ്ങളുമായി അനീഷ് പി ചേരുന്നു. അനീഷ്, വീണ്ടും നാടിനെ നടുക്കുന്ന സംഭവം. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ കൊലപാതകം ഒരു തുടർക്കഥയാകുന്ന സാഹചര്യം. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ അനീഷ്? ഷിബിൻ, വീണ്ടും ഒരു കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന സംഭവമാണ് ഇപ്പോൾ തൂക്കുപാലം പുഷ്പകണ്ഠത്തിൽ നിന്നും പുറത്തു വരുന്നത്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലുള്ള ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇത് കൊലപാതകമാണ് എന്ന് തന്നെയാണ് പോലീസ് പ്രാഥമിക ഘട്ടത്തിൽ സംശയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട്. അസം സ്വദേശിനിയായിട്ടുള്ള സ്ത്രീയാണ് ഇത്തരത്തിൽ മരണപ്പെട്ടത്. ഇവരുടെ ഭർത്താവ്, അതുപോലെ തന്നെ ഭർത്താവ് ഷെനിച്ചാർ എന്ന് പറയുന്ന ഭർത്താവ്, അതുപോലെ തന്നെ ഈ ഭർത്താവിന്റെ മറ്റൊരു സുഹൃത്ത്, ഇങ്ങനെ രണ്ടുപേരെയാണ് ഇപ്പോൾ നെടുങ്കണ്ടം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. പോലീസ് ഈ സംഭവത്തെക്കുറിച്ച് പ്രാഥമികമായി പറയുന്നത് ഇങ്ങനെയാണ്. ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. ഞായറാഴ്ച ഇവര് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ തൊഴിലുടമയുടെ പക്കൽ നിന്നും പണം വാങ്ങിയതിനു ശേഷം മദ്യവും കരുതിയിരുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിനുശേഷം ഇവരുടെ ഒരു സുഹൃത്തു കൂടി ഇവരുടെ എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട്ടിലേക്ക് എത്തുന്നു. ഇതിനുശേഷം മൂവരും ചേർന്ന് മദ്യപിച്ച ശേഷം ഇവരുടെ ഭർത്താവും, മരിച്ച സ്ത്രീയുടെ ഭർത്താവും സുഹൃത്തും ഇവർ താമസിക്കുന്ന വീടിനുള്ളിലും ഇവരുടെ കൂടെയുള്ള മരിച്ച സ്ത്രീയെ തൊട്ടടുത്തുള്ള ഒരു ഷെഡിലും കിടക്കുവാനായി പോയി. രാത്രിയായപ്പോൾ ഈ ഭർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനെ കാണാതാവുകയും പിന്നീട് നടത്തിയ തെരച്ചിലിൽ ഈ ഷെഡിന് സമീപത്തു നിന്ന് ഇദ്ദേഹത്തെ കണ്ടെത്തുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഇവർ തമ്മിൽ സംഘർഷമുണ്ടാവുകയായിരുന്നു. ഈ സുഹൃത്തിനെ ഇദ്ദേഹം അടിച്ച് ഓടിച്ചുവെന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് നാട്ടുകാരിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത്. ഇതിനുശേഷം ഈ സുഹൃത്ത് ഓടി രക്ഷപ്പെട്ടു. ഇതിനുശേഷം ഈ സ്ത്രീയെയും മർദ്ദിച്ചതായിട്ടാണ് കരുതുന്നത്. എന്താണെങ്കിലും ഇന്ന് രാവിലെ ഈ സ്ത്രീ സംസാരിച്ചിരുന്നതായിട്ടൊക്കെയാണ് പറയുന്നത്. ഇവര് തൊഴിലുടമയെ വിളിച്ചറിയിച്ചത് ഇന്ന് ജോലിക്ക് എത്തുവാൻ വേണ്ടി സാധിക്കില്ല എന്നാണ് വിളിച്ചറിയിച്ചത്. ശാരീരിക അസ്വസ്ഥതകൾ മൂലമാണ് ഇന്ന് ജോലിക്ക് പങ്കെടുക്കുവാൻ വേണ്ടി പറ്റാത്തത് എന്നാണ് തൊഴിലുടമയോട് പറഞ്ഞത്. എന്നാൽ അരമണിക്കൂറിന് ശേഷം ഇവർ മരിച്ചതായി കാണിച്ചുകൊണ്ട് തൊഴിലുടമയെ വിവരം അറിയിക്കുന്നു. തൊഴിലുടമ പൊതുപ്രവർത്തകരെയും പോലീസിനെയും ഒക്കെ വിവരം അറിയിച്ചു. ഇതനുസരിച്ച് നെടുങ്കണ്ടം CI ജെർലിൻ വി എസ് കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ന് രാവിലെ അല്പം മുമ്പ് ഇവിടെ സ്ഥലത്തെത്തിയത്. അവരുടെ നേതൃത്വത്തിൽ അല്പസമയത്തിനകം ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കും. അതുപോലെ തന്നെ ഫോറൻസിക് വിദഗ്ധര്, ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവർ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തി ബാക്കിയുള്ള പരിശോധനകൾ പൂർത്തിയാക്കും. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായിട്ട് മാറ്റും. അതിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. എന്താണെങ്കിലും ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായ വാർത്ത വരുന്നത് നാടിനെ ഞെട്ടിക്കുന്ന ഒരു സംഭവം കൂടി ഈ മേഖലയിൽ നിന്നും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഒരാൾ കൂടി കൊലപാതകമെന്ന് സംശയിത്തക്ക രീതിയിലുള്ള സാഹചര്യത്തിൽ മരണപ്പെട്ടിരിക്കുന്നു. രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലുമാണ്. ഇവർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ട്, ഈ തൊഴിലുടമയുടെ അടുത്തേക്ക് എത്തിയിട്ട് ഏതാണ്ട് 1 മാസം മാത്രമേ ആയിട്ടുള്ളൂ. ഇവര് ഭാര്യയും ഭർത്താവും അതുപോലെ തന്നെ ഒരു കുട്ടിയുമാണ് ഇവിടെ താമസിച്ചിരുന്നത്. ഇതിലേക്കാണ് ഇന്നലെ വൈകിട്ട് മറ്റൊരു സുഹൃത്തും കൂടെ വരുന്നു. ദാരുണമായ സംഭവത്തിനൊടുവിൽ ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചയാണ് ഇത്തരത്തില് കോമ്പയാറിന് സമീപം പട്ടത്തിമുക്കില് ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയായ സ്ത്രീയെ ഇവരുടെ കൂടെ താമസിച്ചയാളെ തലക്കടിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. അതിന് 2 ദിവസം മുമ്പ് മാത്രമാണ് നെടുങ്കണ്ടത്ത് 4 ഇതര സംസ്ഥാനക്കാർ ചേർന്ന് ഒരു അസം സ്വദേശിനിയായ യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തത്. ഈ 2 കേസിലെ പ്രതികളും ഇപ്പോൾ റിമാൻഡിലാണ്. നെടുങ്കണ്ടം പോലീസാണ് ഈ 2 കേസുകളും അന്വേഷിക്കുകയും പ്രതികളെ അതിവേഗം തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. എന്താണെങ്കിലും ഈ ഒരു കേസിലും ഇപ്പോൾ രണ്ടുപേരും ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ട സുഹൃത്തിനെ അടക്കം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ, ഈ സംഭവം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നെടുങ്കണ്ടം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരിപ്പോഴും കസ്റ്റഡിയിൽ തുടരുകയാണ്. ഇവരുടെ ചോദ്യം ചെയ്യലും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും അല്പസമയത്തിനകം ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തും. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റും.